സിസ്റ്റർ, ക്രിസ്തുമസ് അടുക്കാൻ പോവുകയാണ്. ക്രിസ്മസിലേക്ക് ഇനി വളരെ കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്രിസ്തുമസിൻ്റെ ഒരു സന്ദേശമാണ് അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പുൽക്കൂട് എന്ന് പറയുമ്പോൾ മനോഹരമാണ്, ലാളിത്യമാണ് ഒക്കെ നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും പുൽക്കൂടിനും ഒരു സമ്പന്നത ഇല്ലേ? തീർച്ചയായിട്ടും അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്നെ ക്ഷണിച്ച ഷെക്കിന ന്യൂസിനും പ്രേക്ഷകർക്കും ഒത്തിരി നന്ദി. പുൽക്കൂടിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിൽ വന്ന 3 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, ചെറുമയുടെ മഹത്വീകരണമാണ് പുൽക്കൂടും കുഞ്ഞും കാണിച്ചു തരുന്നത്. അതായത് ദൈവത്തിന്റെ മനുഷ്യാവതാരം മനുഷ്യന്റെ ദൈവസങ്കല്പങ്ങൾക്കേറ്റ വലിയൊരു തിരിച്ചടിയാണ്. കാരണം അത് ചെറുമയുടെ മഹത്വൽക്കരണമാണ്. അതിന് ഉദാഹരണമാണ് പുൽക്കൂടും കുഞ്ഞും. ഈശോ ആദ്യമായിട്ട് ജനിച്ച് വീണ വീടെന്ന് പറയുന്നത് പുൽക്കൂടാണ്, പുൽത്തൊഴുത്താണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈശോയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷെൽട്ടറാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തില് വീട് നമുക്കൊരു ഷെൽട്ടറാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആർഭാടം കൊണ്ട് നമ്മുടെ ഷെൽട്ടറിനെ കാണിക്കുന്ന ഒരു സിമ്പൽ അല്ല വീട് എന്നത്. പക്ഷെ നമ്മൾ ആർഭാടം കൊണ്ട് ഉണ്ടാക്കുന്ന കിടപ്പാടത്തിന്റെ മുന്നില് ഇതുപോലെ കിടപ്പാടം ഇല്ലാത്ത ഒരുപാട് ഉണ്ണികൾ നമ്മുടെ ആർഭാടം കൊണ്ട് നിർമ്മിച്ച കിടപ്പാടത്തിന്റെ മുന്നിലും ചുറ്റിലും ഒക്കെ നിൽപ്പുണ്ട്. പക്ഷെ അവരെയൊക്കെ നമ്മുടെ ചിന്തകളുടെ പുറംപോക്കുകളുടെയും അടുത്ത് പോലും വരാതെ അതിൽ നിന്ന് പോലും നമ്മൾ അകറ്റി നിർത്തുന്ന ഒരു മനോഭാവം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ട്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനോഭാവത്തിന്റെ മുന്നില് ഈ പുൽക്കൂടും കുഞ്ഞും ചോദ്യചിഹ്നമാകുകയാണ്. അവരെ നമ്മുടെ മറവിയുടെ കുഴികളിൽ പോലും സംസ്കരിച്ചു പോകുന്ന ഒരു സംസ്കാരത്തിന്റെ മുന്നില് പുൽക്കൂട് എളിമയുടെ ചെറുമയുടെ ഒരു മഹത്വവൽക്കരണമായിട്ട് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് നമ്മളുടെ മുന്നിൽ ഒരു പാഠം പഠിപ്പിക്കുന്നു. രണ്ടാമത്തത്, പരസ്പര ആശ്രയത്തിന്റെ മഹത്വീകരണമാണ് പകർന്നു നൽകുന്നത്. അതായത് സെൽഫ് സഫിഷ്യൻസി ആണ് സമ്പന്നത എന്ന് കരുതി ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ പരസ്പരം നാം എങ്ങനെ ആശ്രയിക്കണം എന്ന് ഈശോ പഠിപ്പിച്ചു തരികയാണ്. പുൽക്കൂട്ടിലുള്ള കുഞ്ഞ് നമ്മളെ നോക്കി പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെയാന്ന് വെച്ചാല്, ഈ കോവിഡിന്റെ സമയത്ത് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, നോ വൺ ക്യാൻ സേവ് എലോൺ, ആർക്കും തനിച്ചു രക്ഷപ്പെടാൻ സാധിക്കത്തില്ല എന്ന്. ഇത് എങ്ങനെയാണ് ഈ പുൽക്കൂട്ടിന്റെ ഒരു സമ്പന്നതയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് പറയുമ്പോൾ മനസ്സിലാകുന്ന ഒരു ഘടകമുണ്ട്. അതായത് നമ്മളൊക്കെ ഈ വെറുതെ കച്ചിൽ എന്ന് പറയുന്ന വൈക്കോലാണ് ഈശോയുടെ ജീവൻ നിലനിർത്താനുള്ള ചൂട് ആയിട്ട് മാറുന്നത്. ചൂട് നൽകി ജീവൻ നിലനിർത്തുന്ന ഒരു ഘടകമായിട്ട് മാറുന്നു. അതുപോലെ അവിടെ പുൽക്കൂട്ടിന്റെ ചുറ്റിലും ഉണ്ടായിരുന്ന മൃഗങ്ങളുടെ ശരീരത്തിന്റെ ചൂടും ഈശോയുടെ ജീവൻ നിലനിർത്താനുള്ള ചൂട് നൽകി അത് ഒരു കാരണമായി തീരുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതവും നമ്മുടെ വ്യക്തിത്വം പോലും മറ്റുള്ളവരുടെ ഇടപെടലുകളിലൂടെ അവർ നൽകുന്ന അറിവിലൂടെ അനുഭവങ്ങളിലൂടെയൊക്കെ രൂപപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ പുൽക്കൂടും അതിന്റെ ഉണ്ണി യേശുവും നമ്മളോട് പറഞ്ഞു തരുന്നത്, നമുക്ക് പരസ്പരം ആശ്രയിക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ അറിവ്, സൗന്ദര്യം, ധനം, ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്തും നേടാം, മറ്റുള്ളവരുടെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി പരസ്പരം ഒരുമയോടെ ഒത്തുപോകണമെന്നുള്ള ഒരു ഒരു പാഠം കൂടി ഉണ്ണീശോ നമ്മൾക്ക് മുമ്പിൽ ഈ പുൽക്കൂട് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നുണ്ട്. മൂന്നാമത്തതായി നാം ചിന്തിക്കേണ്ടത് പരസ്പര ബന്ധത്തിന്റെ മഹത്വീകരണമാണ്. അതായത് ഈ ദൈവം ഭൂമിയെ ഈ സൃഷ്ടികർമ്മം നടക്കുമ്പോൾ ദൈവവും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു സംഗമം നടക്കുന്നുണ്ട്. അവിടെ പരസ്പരം ചൂഷണമില്ലാത്ത ഒരു ബന്ധത്തിന്റെ സംഗമമാണ് നടക്കുന്നത്. ഇവിടെയും അതിന്റെ ഒരു റീഇൻസ്റ്റലേഷൻ ആണ് ഈ ക്രിസ്മസിലും നടക്കുന്നത്. പ്രകൃതിയും ദൈവവും മനുഷ്യനുമൊക്കെ ഒന്നിച്ചു ചേരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ആരും ആരെയും ചൂഷണം ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തില്, ഇപ്പൊ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന ഈ സാഹചര്യത്തില് നമ്മൾ ഒരു ചൂഷണത്തിന്റെ ലോകത്തിലാണല്ലോ ജീവിക്കുന്നത്. കാരണം നമ്മുടെ അറിവ് വെച്ച് നാം ചൂഷണം ചെയ്യുന്നു മറ്റുള്ളവരെ, അധികാരം കൊണ്ട് ചൂഷണം ചെയ്യുന്നു, ധനം കൊണ്ട് ചൂഷണം ചെയ്യുന്നു, നമ്മുടെ ബലം കൊണ്ട് ചൂഷണം ചെയ്യുന്നു. പക്ഷെ സ്നേഹം കൊണ്ട് പോലും നമ്മൾ ചൂഷണം ചെയ്യുന്ന ഒരു ലോകത്തിൽ അങ്ങനെ അല്ലാതെ നിസ്വാർത്ഥമായ ഒരു ബന്ധം നാം കെട്ടിപ്പടുക്കണമെന്ന് ഈ പുൽക്കൂടും അതിലുള്ള ഉണ്ണി യേശുവും നമ്മളോട് പറഞ്ഞു തരികയാണ്. അതിന് ഇപ്പൊ നമ്മൾ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ യുദ്ധം. ഇപ്പൊ രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായിട്ടൊക്കെ ക്രിസ്തുരാജിന്റെ തിരുനാൾ നാം ആഘോഷിച്ചതിന് ശേഷമാണ് ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുന്നത്.
ആ രാജാവും നേതാവുമായ ഈശോ നമ്മളോട് പറഞ്ഞു തരുന്നത് ഈശോയുടെ നേതൃത്വവും ഈശോയുടെ എളിമപ്പെടലുമൊക്കെ ചെറിയ, അതായത് സ്വർഗം ചുരുങ്ങി 6 അടി മനുഷ്യനായി ഒരു കുഞ്ഞായി അവതരിക്കുന്നു. അതാണ് ഈ ബന്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ലീഡർഷിപ്പിനെ കുറിച്ചും കൂടി നമ്മൾ കുറച്ച് ധ്യാനിക്കാം. കാരണം പരസ്പരം ബന്ധത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഈ എല്ലാ തലത്തിലും രണ്ട് തട്ടുകളുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് പോലും ആരംഭിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നത് ഇന്റർനാഷണൽ ലെവലിൽ, ആഗോള തലത്തിൽ പോലും ഈ വിഭിന്നമായിട്ടുള്ള 2 തട്ടുകളുണ്ട്. അതായത് ഉയർന്നും താഴ്ന്നും ഇരിക്കുന്ന 2 തട്ടുകളാണ്. അവിടെയാണ് ഈശോ ലീഡർഷിപ്പിനെ കുറിച്ച് പറയുന്നത്. എത്രമാത്രം ചെറുതാകണം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു പ്രസിദ്ധനായ ഒരാൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ലീഡർഷിപ്പ് ഈസ് നോട്ട് എ സ്കിൽ, ഇറ്റ് ഈസ് നോട്ട് എ പ്രൊഫഷൻ, ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് എന്നാണ്. അതാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ, തൻ്റെ ഈ ചെറുതായ്മയിലൂടെ, പുൽക്കൂട്ടിൽ ജനിച്ചതിലൂടെ നമ്മളുടെ മുൻപിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ അതുകൊണ്ട് ബന്ധങ്ങൾക്ക് നാം കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ടത്. കാരണം നമ്മുടെ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാനും അവരെ സ്നേഹിക്കാനും കഴിയുമ്പോൾ തന്നെ പല കോൺഫ്ലിക്ട്സും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. കാരണം ഈശോ വന്നത് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദൂതുമായാണ്. അപ്പൊ ആ ഒരു ദൈവരാജ്യം ഈ ഭൂമിയിൽ സംസ്ഥാപിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ എളിമയുടെയും പരസ്പര ആശ്രയത്തിന്റെയും പരസ്പര ബന്ധത്തിന്റെയും അതിന്റെ നന്മ, അതിന്റെ സുഹൃതം നമ്മൾ മനസ്സിലാക്കി ജീവിച്ചാൽ മാത്രമേ ഇനി നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ക്രിസ്മസിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അതിന്റെ ചൈതന്യം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അരൂപി, അതായത് പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം എളിമപ്പെടുന്ന, പരസ്പരം ചെറുതാകലിന്റെ ഒക്കെ ഒരു പരസ്പര ആശ്രയത്തിന്റെ ഒക്കെ ഒരു ചൈതന്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകണമെന്നാണ് ഈ ഒരു സന്ദേശത്തിൽ എനിക്ക് കിട്ടിയ ചിന്ത. ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തീർച്ചയായും സിസ്റ്റർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇത്ര ചെറുതാകാൻ എത്ര വളരണം എന്നുള്ളത്, അതിൻ്റെ ഒരു ആകത്തുകയാണ് സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. വളരെ മനോഹരമായി തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും സ്വാർത്ഥത ഇല്ലായ്മയുടെയും ഒക്കെ, അതായത് ആരെയും ദ്രോഹിക്കാതെയും ഒക്കെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് യേശുക്രിസ്തുവിൻ്റെ ഈ ലാളിത്യമാർന്ന ജനനം എന്ന് ചുരുങ്ങിയ വാക്കുകളിൽ തന്നെ അങ്ങ് ഞങ്ങളോട് വ്യക്തമാക്കി തന്നു. വളരെയേറെ നന്ദി.